ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ്. ഞാൻ അഞ്ജു ആൻഡ് വെൽക്കം ബാക്ക് ടു ഹെൽത്തി പൈ. ഇന്ന് ഒരു ഓട്സ് എഗ് ഓംലെറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ പി ജിയിലൊക്കെ താമസിക്കുന്നവർക്കും സ്റ്റുഡൻസിനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ബൗളിലേക്ക് ഇടാം. ഇനി ഇതൊന്ന് കുതിരാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്യാം. സാധാരണ വെള്ളം മതി, ചൂടുവെള്ളം ഒന്നും വേണ്ട. വെള്ളത്തിന് പകരം ഇനി പാല് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഓംലെറ്റിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി പ്രിപ്പയർ ചെയ്യുന്നത് വരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട ആഡ് ചെയ്തു. നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. അതിനായിട്ട് ചുവന്നുള്ളി ഒരു 6 തൊട്ടല്ല 8 എണ്ണം ചെറുതായി അരിഞ്ഞത്, അല്ലെങ്കിൽ ഒരു പകുതി സവാള എടുക്കാം. പിന്നെ 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു പകുതി തക്കാളി, 2 പച്ചമുളക് അരിഞ്ഞത്, കൂടാതെ 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി 1/4 ടീസ്പൂൺ അഥവാ ആവശ്യത്തിന് ചേർക്കാം. ലാസ്റ്റിൽ നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സ് കൂടി ഇടാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഞാനിവിടെ വിസ്കാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്പൂൺ ഉപയോഗിച്ചാണെങ്കിലും നന്നായി ഇളക്കിയാൽ മതി. അപ്പം നമ്മുടെ ഓട്സ് എഗ് ഓംലെറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പച്ചക്കറികൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ സീസൺ അനുസരിച്ച് കിട്ടുന്ന ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഇരുമ്പ് തവ ചൂടാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഞാനിവിടെ എണ്ണ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിച്ച ഈ തണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മത്തങ്ങയുടെ മുകളിലത്തെ തണ്ടാണ്. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നു. നിങ്ങൾക്കും ഇങ്ങനെ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തണ്ട് കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മറിച്ചിടാം. ഒരു 3 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഓട്സ് എഗ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പം ഒരാൾക്ക് സെർവ് ചെയ്യാനുള്ളതാണ്.